എല്ലാവർക്കും നമസ്കാരം. കുറേ ആൾക്കാർ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, പക്ഷേ തിരിച്ച് വീട്ടിൽ വന്ന് കയറി കഴിയുമ്പോഴേക്കും മൊത്തം പ്രശ്നങ്ങളാണ്. തലവേദന, അല്ലെങ്കിൽ ക്ഷീണം, തളർച്ച, എനർജി ഡ്രെയിൻ ആവുന്നു, സംഭ്രമം ഉണ്ടാവുന്നു, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു വഴക്ക് കൂടുക, നമ്മൾ തല്ലുപിടിക്കുക, വീട്ടിലുള്ള ആൾക്കാരായിട്ട് വഴക്കടിക്കുക, അത്തരം പ്രശ്നങ്ങൾ. അപ്പോൾ ഇത് എന്തുകൊണ്ട്? എന്നാൽ അമ്പലത്തിൽ പോയാൽ അവിടെ പോയിരുന്ന ഒരു കുഴപ്പമില്ല, അല്ലെങ്കിൽ വേറെ അപ്പുറത്തെ കടയിൽ പോയിരുന്നാൽ കുഴപ്പമില്ല, സൂപ്പർ മാർക്കറ്റിൽ പോയിരുന്നാൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു കടപ്പുറത്തോ അല്ലെങ്കിൽ ഒരു ഗാർഡനിലോ പോയിരുന്ന ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മളുടെ വീടിൻ്റെ എനർജിക്ക് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെപ്പറ്റിയാണ് ഞാൻ പറയണത്. വീടിൻ്റെ എന്തെല്ലാമാണ്, ഏതെല്ലാം മേഖലകളിലാണ് നമുക്ക് പ്രശ്നങ്ങൾ വരിക, അല്ലെങ്കിൽ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതാണ് ഞാൻ പറയാൻ പോണത്. നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സയൻറ്റിഫിക്കായിട്ട് കൂടുതൽ ചിന്തിക്കുന്ന ആളുകൾ, സയൻസ് എന്താണ്, ചില ആൾക്കാർ പറഞ്ഞ പോലെ ഒരാൾ കഴിഞ്ഞ ദിവസം കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതായത് നമ്മുടെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കമൻറ്റ്, അതായത് എല്ലാ സയൻറ്റിഫിക്കായിട്ട് രോഗങ്ങൾക്ക് കാരണങ്ങളുണ്ട്, അതിന് കൃത്യമായ മരുന്നുകളുണ്ട്. എന്താണ് ഈ സയൻറ്റിഫിക് എന്നുള്ളത് കൂടി നിങ്ങൾ ചിന്തിക്കണം. അതിനുള്ള ഉത്തരവാദി നിങ്ങൾ പറയണം. സയൻറ്റിഫിക് എന്താണ്? മനുഷ്യൻ കണ്ടുപിടിച്ചേക്കണ കുറേ കാര്യങ്ങൾ, അതല്ലേ സയൻറ്റിഫിക്. മനുഷ്യൻ കണ്ടുപിടിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അതിനെപ്പറ്റി എന്ത് വിളിക്കണം? അതിനെന്ത് പേരിട്ട് വിളിക്കും? അതുകൂടി നിങ്ങളൊന്ന് ആലോചിക്കുക. കമൻറ്റ് ഇട്ട ആളൊന്ന് നല്ലോണം ആലോചിക്കാം. അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. മനുഷ്യന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ളതും പലർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്തതുമായ കാര്യങ്ങളാണ്. അപ്പോൾ ഇതേപോലെ ഒളിഞ്ഞു കിടന്ന പല പല കാര്യങ്ങളുമാണ് ആളുകൾ കണ്ടുപിടിക്കുമ്പോഴാണ് അത് സയൻറ്റിഫിക് എന്ന് തന്നെ വിളിക്കുന്നത്, അല്ലേ? അതല്ലേ ശരി? അപ്പോൾ അതിൻ്റെ അപ്പുറത്തും കാര്യങ്ങളുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കാം. അതാണ് ഞാൻ അതിനെപ്പറ്റി ഒരു കമൻറ്റ് ഇങ്ങനെ പറയണം. പിന്നെ വിശ്വാസമുള്ളവർക്ക് വിശ്വസിക്കാം, ഗുണം വിശ്വസിക്കുന്നതിന് കിട്ടും, അതൊരു സംശയമില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? വീടിനെ പറ്റിയാണ്. അപ്പോൾ വീട്ടിൽ എന്തെല്ലാമാണ് പ്രശ്നങ്ങൾ വരിക? നമ്പർ 1 ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് വീടിൻ്റെ വാസ്തു സംബന്ധമായ പ്രശ്നങ്ങളാണ്. വാസ്തുദോഷം, വീടിൻ്റെ കണക്ക് കാര്യങ്ങളിലുള്ള മിസ്റ്റേക്ക്, അളവുകൾ, നമ്മുടെ ബാത്റൂം, അപ്പോൾ കന്നിമൂലയിൽ ബാത്റൂം വരാൻ പാടില്ല, ഈശാന കോണിൽ ബാത്റൂം വരാൻ പാടില്ല നമ്മൾ പറയും, അല്ലേ? കേട്ടിട്ടുണ്ടാകും നമ്മൾ. ഇപ്പോൾ കേൾക്കാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറയാം. അത് കന്നിമൂല എന്ന് പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറേ മൂല, അവിടെ ഒരിക്കലും ബാത്റൂം വരാൻ പാടില്ല, സെപ്റ്റിക് ടാങ്കും വരാൻ പാടില്ല. അതേപോലെ തന്നെ ഈശാന കോൺ, അവിടെ അടുക്കള അല്ലെങ്കിൽ അതുപോലുള്ള ദൈവികമായ അല്ലെങ്കിൽ അത് അങ്ങനത്തെ ഒരു സാധനമാണത്, ഐശ്വര്യമുള്ള സാധനമാണ്. അടുക്കള നമ്മളെ വീടുകളിലൊക്കെ നാട്ടിലൊക്കെ അടുക്കള എല്ലാവരും പണിയണത്. പക്ഷേ അടുക്കള അഗ്നികോണിൽ വെക്കണമെന്നും പറയുന്നവരുണ്ട്. അതിപ്പോഴും തർക്കമായിട്ട് നിൽക്കുന്നൊരു ടോപ്പിക്കാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ പോകണില്ല. അപ്പോൾ അവിടെ ഇതുപോലെ ടോയ്ലറ്റ് വന്നാലാ ഐശ്വര്യത്തിന് കുറവ് സംഭവിക്കൂലേ? ഇത്രയേ ഉള്ളൂ. ബാത്റൂമൊക്കെ വരേണ്ട സ്ഥലം വായുകോണാണ്, അതായത് വടക്ക് പടിഞ്ഞാറേ മൂല. അവിടെയാണ് ടോയ്ലറ്റ്, പഴയ വീടുകൾക്കൊക്കെ അവിടെയായിരിക്കും ടോയ്ലറ്റ് ഉണ്ടാകുക. പിന്നെ കിണറിൻ്റെ സാധനം, ജലം വരേണ്ട അവിടെയാണ്, ഈശാന കോണിലാണ്, വടക്ക് കിഴക്കൻ മൂലയിലാണ് കിണറുണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നെയാണ്, കേൾക്കുന്നവർക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട്. ഞാൻ എക്സ്പെർട്ടൊന്നുമല്ല, കേട്ട് അല്ലെങ്കിൽ ഓരോരുത്തരൊന്ന് കേട്ട് പഠിച്ചേക്കണത്. എനിക്ക് പറയുന്നത് അച്ഛൻ്റെ അടുത്ത് ഞാൻ കുറേ നാൾ ഇങ്ങനെ പോയി അതിലൂടെയൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയേക്കണ കുറച്ച് അറിവുകളാണ്. പിന്നെ അതുപോലെ തന്നെ ഈ നമ്മുടെ വായുസൂത്രം, നമ്മൾ ഫ്രണ്ട് ഡോർ തുറന്നു കഴിഞ്ഞാൽ നേരെ വായു കയറി പോകണമെന്ന് പറയും. വിഭിന്ന അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ തർക്കത്തിനൊന്നും ഞാനില്ല, ഞാൻ അതിൻ്റെ ഒരു എക്സ്പെർട്ടല്ലെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറയണത്. ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ചുറ്റളവ്, ഇതിൻ്റെ ആകപ്പാടെയുള്ള ടോട്ടൽ കിട്ടുമ്പോൾ ഉള്ള അതിൻ്റെ ചുറ്റളവ് എടുത്ത് കഴിയുമ്പോൾ അതിങ്ങനെ എന്താണ്, ഒരു കണക്കുണ്ടായിരിക്കും. മരണ ചുറ്റ്, അങ്ങനെയുള്ള ചുറ്റുകളൊക്കെ ഉണ്ട്. ഒരവസ്ഥകൾ, ബാല്യം, കൗമാരം, ശൈശവം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ട്. പിന്നെ വീട് എപ്പോഴും ദീർഘചതുരത്തിൽ പണിയണമെന്ന് പറയും. അപ്പോൾ ദീർഘമായിട്ടിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ പറയാനാണ്. ഈ വാസ്തു പഠിച്ച ആൾക്കാരൊക്കെ ഇത് കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണോട്ടാ. എൻ്റെ ഉള്ള അറിവ് ഞാനിവിടെ പ്രകടിപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരു കാര്യം. അപ്പോൾ പിന്നെ നമ്മൾ രണ്ടാമത്തായിട്ട് ചെയ്യേണ്ടത്, വീട് പണിയുന്നതിന് മുമ്പ് ആലോചിക്കേണ്ട കാര്യമാണത്. ആ ഭൂമി നമുക്ക് വീട് വെക്കാൻ അനുയോജ്യമാണെന്നുള്ളത് പരിശോധിക്കണം. ആ സ്ഥലത്തിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ, സർപ്പബന്ധങ്ങളുണ്ടോ, അത് മുമ്പ് അവിടെ എന്തായിരുന്നു,
അതായത് ചിന്തിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പുരാതന കാലം പോലെ തന്നെ ഈ ഭൂമിയോടെ ഉണ്ടല്ലോ. 100 കൊല്ലോ 200 300 500 കൊല്ലോ അല്ലല്ലോ, അതിന് മുമ്പേ ഇവിടെ ഉള്ള സാധനം തന്നെയാണ് ഇത് ഭൂമി. അപ്പോൾ മുമ്പ് അവിടെ എന്തെങ്കിലും മനുഷ്യർക്ക് താമസയോഗ്യമല്ലാത്ത എന്തെങ്കിലും സംഭവങ്ങൾ ആ സ്ഥലത്ത് ഉണ്ടായിരുന്നോ എന്നുള്ളതാണ്. ഒരു ശ്മശാനം ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ദൈവിക ബന്ധമുള്ള, അല്ലെങ്കിൽ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ആരെങ്കിലും അവിടെ വെച്ച് കുത്തിക്കൊന്നിട്ടുണ്ടോ, ഒരാളെ കുത്തിക്കൊന്ന് അവിടെ കുഴിച്ചിട്ടുണ്ടോ, അങ്ങനെയുള്ള പല പല ചോദ്യങ്ങളും അതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ നിങ്ങളെ പേടിപ്പിക്കാനോ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി പറയണല്ലോ കേട്ടോ, ഇതൊക്കെ റിയാലിറ്റിയാണ്. ചില ആൾക്കാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും, കെട്ടതും ചത്തിട്ടുണ്ടാവും ആ ഭൂമിയിൽ. അപ്പോൾ ആ സോളോടെ ഉണ്ടാവും. ഇപ്പോഴും ഞാനിത് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് പറയാൻ വന്നൊരു കാര്യം, ഇവിടെ എൻ്റെ അടുത്ത് തന്നെ കുറച്ചങ്ങോട്ട് മാറിയിട്ട് ഒരു വീടുണ്ട്. അപ്പോൾ ആ വീട് ഇപ്പോൾ ഹോം സ്റ്റേ ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന വീടാണ്, ആൾക്കാർക്ക് താമസിക്കാൻ വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഒരിക്കലും ഞാൻ അതിലേ പോയപ്പോൾ അവിടെ ഒന്ന് കയറിയായിരുന്നു, വേറെ ആളുടെ കൂടെ പോയപ്പോൾ അവിടെ കയറിയായിരുന്നു. അപ്പോൾ അവിടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ചെന്ന് നിന്നപ്പോൾ തന്നെ എനിക്ക് തലക്ക് എന്തോ ഇങ്ങനെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഈ വീട്ടിനെന്തോ പ്രശ്നമുണ്ടല്ലോ, ഇവിടെ എനർജി, നെഗറ്റീവായിട്ടുള്ള എനർജീസ് വീട്ടിലുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ കൂടെയുള്ള ആൾ പറഞ്ഞ്, ശരിയാണ് സാറേ, ഇവിടെ ഒരാൾ തൂങ്ങി മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ആക്ച്വലി ആ വീട് ഒരു ഐശ്വര്യക്കുറവാണ് ഇപ്പോഴും. ഇപ്പം ഞാൻ ഇന്നലെ അതിന് മുമ്പിൽ കൂടി പോന്നു, കാരണം ഇങ്ങനെ കാർ ഓടിച്ച് വന്നപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക്, എൻ്റെ കൂടെ വൈഫ് ഉണ്ടായിരുന്നു, വൈഫോട് ഞാൻ പറഞ്ഞു ആ വീട്ടിലോട്ട് നോക്കിയാൽ ഇവിടെ സംഭവമുണ്ട് എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ പറഞ്ഞിങ്ങനെ ഞാനിങ്ങനെ നോക്കലും അവിടുത്തെ ആ എനർജി എൻ്റെ മേത്തേക്ക് ഇങ്ങനെ കയറി വന്ന പോലെ ഫീലിംഗ് എനിക്ക് വന്നു. ഞാനപ്പോൾ തന്നെ തിരിച്ചിങ്ങടേക്ക് ഇങ്ങോട്ട് പോന്നു, അങ്ങനെ നോക്കിയില്ല പിന്നെ. അപ്പോൾ ഇപ്പോഴും അവിടെ ആൾക്കാർ താമസിക്കുന്നു. അപ്പോൾ അവിടെ താമസിക്കുന്ന അതിൻ്റെ അവിടെ നോട്ടക്കാരൻ പയ്യൻ എന്നോട് പറഞ്ഞത്, ഹിന്ദിക്കാരനാണ്, രാത്രി ആകുമ്പോൾ കിടന്നുറങ്ങാൻ പറ്റില്ല, എഴുന്നേറ്റ് ഓടും, പേടിച്ച് ഓടും. അപ്പോൾ അവിടെ ഗസ്റ്റുകൾ എങ്ങനെ താമസിക്കുന്നുള്ളത് ഞാനൊരു നിമിഷം ആലോചിച്ച് പോയി. എനിവേ അതൊക്കെ നടക്കും, പല സ്ഥലങ്ങളും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും. പിന്നെ അടുത്തത് ഞാനൊരു ടോപ്പിക്കായിട്ട് പറയുന്നത് പോക്കുവരത്ത്. ഈ പോക്കുവരത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പകൽ സമയത്ത് നമുക്കൊരു കുഴപ്പമുണ്ടാവില്ല, നല്ല വീട്ടിൽ നല്ല എനർജി ആയിരിക്കും. രാത്രി ആയി കഴിയുമ്പോഴാണ് കളി മാറുന്നത്. രാത്രി സമയമായി കഴിഞ്ഞാൽ വീട്ടിൽ ഭയങ്കര സംഭ്രമമായി, ബുദ്ധിമുട്ടായി, വാതിലിൽ തട്ടലും മുട്ടലുമായി, ഡോറ് തിരിക്കൽ, ചിലങ്കയുടെ ശബ്ദം കേൾക്കലായി, പട്ടി ഓരിടലായി, അങ്ങനെ പല പല വിഷയങ്ങളാണ്. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാ ഏരിയയിലും ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിലൊക്കെ ഉണ്ട് കേട്ടോ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ. പക്ഷേ നമുക്ക് വലിയ കുഴപ്പമില്ല. പക്ഷേ അപ്പുറത്തും പുറത്തൊക്കെ പല സ്ഥലങ്ങളിലും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനത് സെൻസ് ചെയ്തിട്ടുണ്ട് പല സമയങ്ങളിൽ. രാത്രി സമയങ്ങളിലൊക്കെ ഇങ്ങനെ പട്ടിയുടെ ശബ്ദങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് മെഡിറ്റേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഞാൻ കാണാറുണ്ട് ഈ സാധനം അതിലേക്ക് പോണത്. പക്ഷേ നമ്മളിവിടെ വലിയ കുഴപ്പമൊന്നുമില്ല. വർഷങ്ങളായിട്ട് ഞങ്ങളിവിടെ ഇരിക്കുന്നതാണ്, ഞങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ആർക്കും വീട്ടിലില്ല. അത് വലിയ അനുഗ്രഹമാണ്, അത് ദൈവാനുഗ്രഹമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം ഞാൻ പറഞ്ഞുതരാം, പട്ടികൾ വാടില്ല, പട്ടികൾ ചത്തുകൊണ്ടേയിരിക്കും. എത്ര പട്ടിനെ കൊണ്ടുവന്നാലും ഒരു പട്ടിയും ഒരു കൊല്ലം തികച്ച് ജീവിക്കില്ല, അല്ലെങ്കിൽ ഒരു കൊല്ലം തികച്ച്, ചിലരും കൂടി ജീവിച്ചു രോഗിയായി പോകും, മരുന്നുകൾ കുറേ കൊടുക്കേണ്ടി വരും. സാധാരണ നമ്മുടെ നോർമൽ പട്ടികൾക്കൊന്നും വലിയ അസുഖങ്ങളൊന്നും വരാറില്ല, പക്ഷേ പട്ടികൾക്ക് എപ്പോഴും രോഗങ്ങളായിരിക്കും. കാരണം ഈ സാധനം പോക്കുവരത്ത് ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ശക്തികൾ പോകുമ്പോൾ ഈ നാൽക്കാലികളെ കണ്ടു കഴിഞ്ഞാൽ അവരപ്പം തന്നെ അതിനെ ശരിയായിക്കളയും. എന്താണ് അവർ ചെയ്യണമെന്ന് പറഞ്ഞുകൂടാ, പക്ഷേ പട്ടികൾ പേടിച്ച് അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അത് മിക്കവാറും സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പട്ടികൾക്കാണ് കൂടുതലും അസുഖങ്ങൾ പിടിപെടുന്നത്. അത് മിക്കവാറും നമ്മൾ ചങ്ങലയിലൊക്കെ കെട്ടിയിട്ടൊക്കെ ആയിക്കോളൂ പട്ടികളാണ് അല്ലേ. അഴിച്ചു വിടുകയാണെങ്കിൽ അത്രയും കുഴപ്പമുണ്ടാവില്ല, പക്ഷേ കൂട്ടിലിടുന്ന പട്ടികളാണെങ്കിൽ പ്രശ്നമാണ്. അവർക്ക് ഓടിപ്പോകാൻ പറ്റില്ല, ഇവരുടെ ആ ഒരു എനർജി താങ്ങാൻ പറ്റില്ല അവർക്ക്, അങ്ങനെ. അപ്പോൾ അതൊരു കാര്യം. ഈ പോക്കുവരത്തുള്ളത് ചിലപ്പോൾ നമ്മളുടെ വീടിനകത്തേക്ക് കൂടിയാണെന്ന് വിചാരിക്കുക. വീടിന് പുറത്തേക്ക് കൂടിയാണെങ്കിൽ അവിടെ പോയിക്കോളും, വീടിനകത്തേക്ക് കൂടിയാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പോഴാണ് പ്രശ്നം. കിടന്നുറങ്ങാൻ പറ്റില്ല. രാത്രിയാകുമ്പോൾ നമുക്ക് ഉറക്കത്തിൽ നിന്ന് നമ്മൾ ഞെട്ടി ഉണർത്ത് വരും നമ്മളാണ്. അവർ പോകുമ്പോൾ അറിയിച്ചിട്ടേ പോവുള്ളൂ. അത് കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ടേക്ക് മടങ്ങി വരുന്ന സമയമുണ്ട്. അവർ ആ വഴിക്ക് മാത്രമേ പോകൂ, ആ ഒരു ലൈനിൽ കൂടി തന്നെ ഇങ്ങനെ അവർ പോകും, വേറെ വഴിക്ക് അവർ പോകില്ല. അപ്പം നമ്മൾ വീട് പണിത് വെച്ചേക്കണത് അതിന് മുന്നിൽ അതിൻ്റെ ആ ഒരു വഴിയിലാണെന്നുണ്ടെങ്കിൽ വിട്ടുപോകും നമ്മൾ. എന്നാൽ ഇത്തിരി കൂടെ നീങ്ങി നമ്മുടെ വീടിൻ്റെ സൈഡിൽ കൂടെയാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല, അവർ അതിലാണ് പോയിക്കോളും, ആർക്കും ശല്യമില്ല. അപ്പം നല്ല കഴിവുള്ള തച്ചന്മാരാണെങ്കിൽ ഇതുവരെയും റീഡ് ചെയ്യും. ആ വീഥികൾ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രത്യേക സംഭവമൊക്കെ ഉണ്ട്. അവരത് മാർക്ക് ചെയ്ത് നോക്കിയിട്ട് ആ വീഥികൾ വിട്ടിട്ട് ആ വീട് മാറ്റി വെപ്പിക്കും അവർ നമ്മളെ കൊണ്ട്. ആ വീട് ഒഴിച്ചിടും. അപ്പോൾ അവർ പറയും ഇവിടെ ഒന്നും ചെയ്യരുത്, ഇങ്ങനെ ഒഴിച്ചിട്ടേണമെന്ന് പറഞ്ഞിട്ട് അടുത്ത സ്ഥലത്തേക്ക് മാറ്റി കുറ്റി അടിച്ചു കൊടുക്കുന്ന തച്ചന്മാരുണ്ട്. അപ്പോൾ ഞാനൊരു തച്ചൻ്റെ ഇൻ്റർവ്യൂ എടുക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. എനിക്കറിയാവുന്ന ഒരാളുണ്ട്, നല്ല കഴിവുള്ള മനുഷ്യനാണ്. അപ്പോൾ കുറേ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് അങ്ങനെ കൊണ്ട് പറയിപ്പിക്കാനുള്ള
ഒരു ഐഡിയ ഉണ്ട്. പക്ഷേ പുള്ളിക്ക് വയ്യാതിരിക്കുകയാണ്, ഹാർട്ട് പേഷ്യൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ മടിഞ്ഞു നിൽക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ എടുക്കുന്നുണ്ടെന്ന്. കാരണം അതൊരു വലിയൊരു അറിവുള്ളൊരു മനുഷ്യനാണ്. നമ്മുടെ വലിയ വലിയ സിനിമാ നടന്മാരെയൊക്കെ വീടുകളിലൊക്കെ പോയിട്ടുള്ള ആളാണ്. അവിടെയൊക്കെ കണക്ക് നോക്കാനായിട്ട് അദ്ദേഹം പോയിട്ടുണ്ട്. എനിക്കറിയാവുന്ന ആളാണ്, വർഷങ്ങളായിട്ട് പരിചയമുള്ള ആളാണ്. വഴിയെ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ പ്രയോജനകരമായിട്ടുള്ളൊരു കാര്യങ്ങളാണ്. കാരണം ഇതൊക്കെ നമ്മളുടെ ആരോഗ്യത്തിനെ വളരെയധികം ബാധിക്കുന്നതാണ്. ഹെൽത്ത് ഇല്ലാതെ നമുക്ക് ഇരുന്നിട്ടൊരു കാര്യമില്ലല്ലോ അല്ലേ. നമ്മളിപ്പോൾ 80 വയസ്സ് ആയുസുണ്ട് തരി, നമ്മൾ പൂർണ്ണമായ ആരോഗ്യത്തോടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സമയങ്ങൾ ഹെൽത്ത് ആയിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും. അല്ലാതെ ആരോഗ്യമില്ലാതെ നമ്മൾ അത്രയും വയസ്സ് രോഗിയായിട്ട് കിടന്നിട്ട് വല്ല കാര്യമുണ്ടോ? അതിന് സപ്പോർട്ടീവായിട്ടാണ് നമ്മുടെ വീടുകൾ. ആ വീടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെയാണ് കൂടുതൽ സമയം ചിലവഴിക്കുന്നത്. അപ്പോൾ നല്ല എനർജി ഉള്ളൊരു സ്ഥലത്താണ് നമ്മൾ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അസുഖങ്ങളൊന്നും കാര്യമായിട്ട് പിടിപെടാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. പിന്നെ അടുത്ത ഒരു വിഷയത്തിലേക്ക് വന്നാൽ, ഇപ്പോൾ വീടിൻ്റെ എനർജി മോശമാവുന്നതിൻ്റെ വേറൊരു റീസൺ ഒന്ന് പറഞ്ഞുതരാം. നമ്മുടെ അയൽവാസികൾ അല്ലെങ്കിൽ ശത്രുക്കൾ, അയൽവാസി തന്നെ ആവണമെന്നില്ല, ശത്രുക്കൾ നമുക്ക് ഇതുപോലെ ആഭിചാരം ചെയ്തിട്ട് പറമ്പിൽ കൊണ്ടുവന്നൊരു സാധനങ്ങൾ നിക്ഷേപിക്കും. അത് നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റണമെന്നില്ല. രാത്രിയായി കൊണ്ടുവന്നിടുന്നത് ചിലപ്പോൾ കുഴിച്ചിട്ടുണ്ടാവും, നമുക്ക് കാണാൻ പറ്റില്ല. ചെറിയ എന്തെങ്കിലും സാധനങ്ങളായിരിക്കും. അല്ലെങ്കിൽ മതിലിൻ്റെ മുകളിൽ കൂടിയോ വെയിലിൻ്റെ മുകളിൽ കൂടിയൊക്കെ ഈ സാധനം ഇങ്ങനെ നമ്മുടെ ഭൂമിയിലേക്ക് ഇടുന്ന ആളുകളുണ്ട്. ചിലപ്പോൾ ഭസ്മമായിരിക്കും, പുഷ്പങ്ങളാവാം, പൂജ ചെയ്തിട്ടുള്ള ദ്രവ്യങ്ങളാവാം, അത്തരം സാധനങ്ങൾ. അപ്പോൾ ഇത്തരം സാധനങ്ങളൊക്കെ നമ്മളുടെ ഭൂമിയിലേക്ക് ഇടുന്നാൽ ഈ ഭൂമിയിൽ ഭയങ്കരമായ നെഗറ്റീവ് എനർജി നമ്മുടെ ഭൂമിയിലുണ്ടാവും. അപ്പോൾ അവിടെ ആ ഭൂമിയിലോട്ട് കടക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും, നമുക്കൊരു വല്ലാത്തൊരു സംഭ്രമം ഫീൽ ചെയ്യും, ഒരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്യും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. നമുക്കൊരു അപകടം പോലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ വീട്ടിൽ നിന്ന് വണ്ടിയൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് ഈ എനർജികൾ നമ്മളെ ഉപദ്രവിക്കുന്നൊരവസ്ഥയിലേക്ക് വന്നാൽ നമുക്ക് ആക്സിഡൻറ്റ് പോലും സംഭവിക്കാം. മിക്കവാറും ആക്സിഡൻറ്റുകളൊക്കെ സംഭവിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, എവിടെ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കണ്ടോ അതിനകത്തൊരു നെഗറ്റീവ് എനർജി ഉണ്ട്. ഞാനത് പല പ്രാവശ്യം ഞാൻ മോണിറ്റർ ചെയ്തിട്ടുള്ളതാണ്. ആക്സിഡൻറ്റ് നടക്കുന്ന സമയത്ത് ഞാൻ അതിലേക്ക് ഫോക്കസ് ചെയ്ത് നോക്കുമ്പോൾ അവിടെ ഒരു ബാധ ഉണ്ടാവും, അതിൻ്റെ കൂടെ ഉണ്ടാവും. ആക്സിഡൻ്റ് ആക്കുന്നത് ബാധയാണ് ആക്സിഡൻ്റ് ആക്കുന്നത്. ആ സമയത്ത് നമ്മുടെ മെമ്മറി ചിലപ്പോൾ ഇവർ തിരിച്ചു കളയും, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരു അബോധാവസ്ഥ ഉണ്ടാക്കുന്നു വണ്ടി ഓടിക്കുന്ന ആൾക്ക്. അപ്പോൾ അയാൾ അങ്ങോട്ടൊക്കെ ചിലപ്പോൾ ഒരു പട്ടിനെ കാണുന്നു, അപ്പോൾ തിരിച്ചിങ്ങോട്ടൊക്കെ വെട്ടിക്കുന്നു. പട്ടി ആക്ച്വലി പട്ടി ഉണ്ടാവില്ല, അയാൾക്ക് തോന്നേണ് പട്ടി ഉണ്ടെന്ന്. ഞാൻ അങ്ങനെ ഒരു ആക്സിഡൻറ്റ് ആയത് ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ട് സ്ഥലത്തൊരു ആക്സിഡൻറ്റ് നടന്നു. അപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു എന്തോ ഒരു സംതിങ് റോങ് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ ആ ആക്സിഡൻ്റായിട്ട് വീണെടുക്കുന്ന ആൾ എഴുന്നേൽപ്പിച്ചപ്പോൾ ഞാൻ വെച്ചാൽ എന്താ ഉണ്ടായെന്ന്. ഒരു പെൺകുട്ടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ മൂക്കിൽ നിന്നൊക്കെ ഇങ്ങനെ ചോര വരെയാണ്. അപ്പോൾ അവിടെ വീഴേണ്ട ഒരു കാര്യമില്ല, ചുമ്മാ പറഞ്ഞു വീഴണം. അപ്പോൾ ചേട്ടാ ഒരു കറുത്ത പട്ടി ഇതിലെ പട്ടം ചാടിയെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ അങ്ങനത്തെ ഒരു പട്ടിനെ ആക്ച്വലി അടുത്തുള്ള കടക്കാരൊന്നും ആരും കണ്ടിട്ട് പോലുമില്ല. ആ ഒരു പട്ടി അതിലേ പോകുന്നത് ആരും കണ്ടിട്ടില്ല. ഈ പെൺകുട്ടി മാത്രം പട്ടിനെ കാണുക. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി, എന്താണ് സംഭവം എന്നുള്ളത് എനിക്ക് മനസ്സിലായി. എന്നിട്ട് പിന്നെ അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങനെ കുഴപ്പമൊന്നുമില്ലാണ്ട് രക്ഷപ്പെട്ടു തോന്നും. പക്ഷേ ഇതേപോലെ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ആക്സിഡൻറ്റ് നടക്കുന്ന സമയങ്ങളിൽ അതിൻ്റെ ഉള്ളിലൊരു ബാധ ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ നമ്മുടെ ഭൂമിയിൽ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ നിർവീര്യമാക്കി, ബോംബൊക്കെ നിർവീര്യമാക്കുന്ന പോലെ നിർവീര്യമാക്കിയില്ലെങ്കിൽ പണിയാണ്. അതൊക്കെ നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ നിങ്ങൾ വയ്ക്കുമ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കും എന്നൊക്കെയാണ് അടുത്ത ചോദ്യം വരാൻ പോണത്. അതിൻ്റേതായിട്ടുള്ള ആളുകൾ, എക്സ്പെർട്ടുകളായിട്ടുള്ള ആളുകളെ നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾ നോക്കിക്കാം. അതിന് വേണ്ടിയിട്ട് ഒരുപാട് പൈസ പൂജകളും കർമ്മങ്ങളും ചെയ്ത് ചിലവാക്കുന്നതിന് മുമ്പ് നല്ലോണം ആലോചിക്കുക നിങ്ങൾ കണ്ടുപിടിച്ച കാര്യം ശരിയാണോ എന്നുള്ളത്. ഏറ്റവും സിമ്പിളായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. ഡൗസിങ് റോഡ് നിങ്ങൾ ഒരെണ്ണം മേടിക്കുക, അല്ലെങ്കിൽ ഒരു കമ്പി ഇങ്ങനെ എൽ ഷേപ്പിൽ വളച്ചെടുക്കാം. എൽ ഷേപ്പിൽ 2 കമ്പികൾ. നിങ്ങൾ ഈ കമ്പിയായിട്ട് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ബാംഗ്ലൂരുള്ള എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹം എൻ്റെ വീഡിയോ കണ്ടിട്ട് ഈ ഡൗസിങ് റോഡ് അദ്ദേഹം ഒരു സെഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് നേരത്തെ ആദ്യകാലങ്ങളിൽ. അപ്പോൾ റോഡിൻ്റെ വീഡിയോ കണ്ടപ്പോൾ പുള്ളിക്കാരൻ റോഡ് മേടിച്ചു. പക്ഷേ പുള്ളിക്കാരൻ ഇപ്പോൾ എവിടെയും എന്തിനും റോഡ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ റോഡ് ഉപയോഗിച്ചിട്ട് പുള്ളി ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ റോഡ് നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോ മുക്കും മൂലയും നിങ്ങൾക്ക് പരിശോധിക്കാം, ഓരോ സാധനങ്ങളും പരിശോധിക്കാം. വീട്ടിലിരിക്കണ ഓരോ പ്രതിമകൾ, അല്ലെങ്കിൽ അതുപോലെ ആളുകൾ ഗിഫ്റ്റ് തന്നിട്ടുള്ള സാധനങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട അതാണ്. ആൾക്കാർ ഗിഫ്റ്റ് ചെയ്യുന്ന സാധനങ്ങളില്ലേ, ചില ആൾക്കാർ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് തന്നിട്ട് പോകും.
ഇതെന്താണെന്നുള്ളത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ എനർജി എന്താണെന്ന് നമുക്ക് അറിയണ്ടേ. ഒരു അനുഭവം ഉണ്ട്. എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ ഇതുപോലെ തന്നെ ഒരു സാധനം ഒരാൾ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ വീട്ടിൽ ചെല്ലുമ്പോൾ പറയും ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് പറയും. അവസാനം ഞാൻ ഈ റോഡ് കൊണ്ടുവച്ചിട്ടുണ്ട് അവരുടെ വീട്ടിൽ ചെന്നിട്ട് അവിടെ ഒരു പ്രതിമ ഇരിക്കണ്ടായിരുന്നു, ഒരു പ്രതിമ. അപ്പോൾ ഞാൻ ഇത് ഇവിടെ ആരെങ്കിലും ഗിഫ്റ്റായിട്ട് വന്നേക്കണം എന്തെങ്കിലും സാധനം ഉണ്ടാകുന്ന വെച്ചപ്പോൾ ഒരു പ്രതിമ ഉണ്ടെന്ന് പറയും. ആ പ്രതിമയിൽ ഞാൻ റാഡ് കാണിച്ചപ്പോൾ ഭയങ്കര നെഗറ്റീവ്. ഏറ്റവും വലിയ തമാശ അവർ കൃഷ്ണൻ്റെ പ്രതിമ എന്നുള്ളതാണ്. കൃഷ്ണൻ്റെ പ്രതിമ നെഗറ്റീവ് കാണിക്കുമോ നിങ്ങൾ ആലോചിച്ച് നോക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തോ ചെയ്ത് വെച്ചിട്ടാണ് ഈ സാധനം കൊടുത്തേക്കണത്. അപ്പം തന്നെ ഞാൻ പറഞ്ഞു അതിനെ കൊണ്ടുപോയിട്ട് പുഴയെ കൊണ്ട് ഒഴിക്കൊള്ളാൻ പറഞ്ഞു. സാധനം അവർ ഒഴുക്കി കളഞ്ഞപ്പോൾ ആ വീടിൻ്റെ എനർജി പിന്നെ ഞാൻ ചെല്ലുമ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ പ്രശ്നമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. നിങ്ങൾ റോഡ് വാങ്ങിയിട്ട് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ റോഡ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ പൈസ വെറുതെ ചിലവാവില്ല. നിങ്ങൾ ചുമ്മാ ഓരോന്ന് ചെയ്ത് കാശ് കളയണമെന്ന് ഞാൻ ഒരിക്കലും പറയൂല. നിങ്ങൾ ആവശ്യത്തിന് മാത്രം പണം ചിലവാക്കുക. കാരണം പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ കഷ്ടപ്പെട്ടാണ് നമ്മൾ പൈസ ഉണ്ടാക്കുന്നത്. ആ പൈസ വെറുതെ വേസ്റ്റ് ആക്കിയിട്ട് ഓരോ ആളുകൾ പറയുമ്പോൾ അവിടെ കൊണ്ടുപോയി കൊടുക്കുക, ഇവിടെ കൊണ്ട് കൊടുക്കുക, ആ പൂജ ചെയ്യുക, ഈ പൂജ ചെയ്യുക. ഞാനിതിനെതിരാണ്. ശരി, കറക്റ്റ് സാങ്കേതികളാണെങ്കിൽ നിങ്ങൾ കുറച്ച് നമ്മളെന്തെങ്കിലും പൈസ കൊടുക്കണം. അപ്പോൾ എനിക്ക് ഒരു വർക്ക് ചെയ്യണമെങ്കിൽ, ഒരു സെഷൻ ചെയ്യണമെങ്കിൽ, ഹീലിങ്ങിനാണെങ്കിൽ എല്ലാത്തിനും പൈസ നമ്മൾ കൊടുക്കണം. ഊർജ്ജവിനിമയമുണ്ട്. പക്ഷെ അത് ഗുണം കിട്ടുന്ന കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് പൈസ ചിലവാക്കുന്നത് കുഴപ്പമില്ല. അത് നിങ്ങൾക്ക് ഒരു അസറ്റായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു ഗുണകരത്തിലേക്ക് വരുന്ന കാര്യമായിരിക്കും. പക്ഷേ അൺവാണ്ടഡായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ പൈസ പോലെ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് കൂടുതലും ഈ വരുന്ന ആളുകൾ മിക്കവാറും ഇങ്ങനത്തെ ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീണ്ടും അത് പറയാൻ കാരണം കേട്ടോ. നമ്മൾ ആരെയും കുറ്റം പറയാനോ അല്ലെങ്കിൽ അതുകൊണ്ട് പറയുന്നതല്ല. ചിലപ്പോൾ ആ കാശ് ചിലവാക്കുന്ന ആളുടെ കഷ്ടകാലം കൊണ്ടായിരിക്കാം അത്രയും പൈസ അവൻ്റെ ഇത് പോണത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യത്തിന് പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ നമ്മൾ ഏതാണ്ട് വീടിൻ്റെ പ്രശ്നങ്ങൾ, പിന്നെ വീട്ടിൽ നിൽക്കുന്ന മരങ്ങൾ, വൃക്ഷങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഓരോ വൃക്ഷങ്ങൾ നിൽക്കുന്ന നെഗറ്റീവായിട്ടുള്ള വൃക്ഷങ്ങളോ ചെടികളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാം. അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിഞ്ഞുകൂടാ, അറിവുള്ളവരോട് ചോദിക്കാം. പോയിൻ്റ് ഇതാണ്, ചില മരങ്ങൾ നെഗറ്റീവ് ഊർജ്ജം തരുന്ന മരങ്ങളുണ്ട്, അതും നമുക്ക് പ്രശ്നമുണ്ടാവും. അത്തരം വൃക്ഷങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് ചെടികളുണ്ടെങ്കിൽ അത് കടന്ന് മാറ്റുക, കളയുക. എന്നിട്ട് ഊർജ്ജം കിട്ടുന്നതായ ചെടികളോ കാര്യങ്ങളോ നട്ടുപിടിപ്പിക്കുക. ഇന്നിപ്പോൾ ഒരാൾ എനിക്ക് ഫോൺ ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നല്ല 4 ഭാഗത്തും വെക്കാൻ പറ്റിയ ഊർജ്ജമുള്ള ചെടികൾ എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ ചെറിയ ചെറിയ സസ്യങ്ങൾ എന്താണ്. ആക്ച്വലി അതിനെപ്പറ്റി അദ്ദേഹം ചോദിച്ചപ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചത്. അതിനെപ്പറ്റി ഒരു സ്റ്റഡി ഞാൻ നടത്തുന്നുണ്ട്. നടത്തി കഴിയുമ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തെല്ലാം ചെടികൾ എവിടെയെല്ലാം വെക്കാം, ഉത്തമമായിട്ടുള്ള ചെടികൾ ഏതൊക്കെയാണ് എന്നുള്ളതിനെപ്പറ്റി ഞാൻ പിന്നീടൊരു വീഡിയോ ചെയ്യുക. കാരണം നമുക്ക് ഡൗസിംഗ് റാഡിൻ്റെ വീഡിയോ ഇനിയും ചെയ്യാനായിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ്, കുറച്ച് തിരക്കായിരുന്നു എൻ്റെ ഇടയ്ക്ക്. കാരണം കുറേ ചോദ്യങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കണ്ടായിരുന്നു. ഓരോ ചെടികൾ നെഗറ്റീവാണോ പോസിറ്റീവാണെന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നോക്കാനോ അല്ലെങ്കിൽ അത് ചെക്ക് ചെയ്തിട്ട് പറയാനോ സാധിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഫ്രീ ആവുന്ന സമയത്ത് ഞാൻ ശ്രമിക്കാം അത്തരം കാര്യങ്ങൾ. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഗുണകരമായ ചെടികൾ ഏതൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ ഞാനൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെമ്പരത്തി വെക്കുന്നത് നല്ലതാണെന്ന്. ചെമ്പരത്തി വീടിൻ്റെ 4 മൂലക്കിലും ചുമന്ന കളറുള്ള ചെമ്പരത്തി വെച്ച് കഴിഞ്ഞാൽ നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ചെമ്പരത്തി പോസിറ്റീവായ ചെടിയുമാണ് നമ്മൾ റോഡ് വെച്ച് നോക്കിയിട്ടുള്ളതാണ് ചെമ്പരത്തി. അപ്പോൾ എൻ്റെ വീട്ടിലുണ്ട് 4 ഭാഗത്തും ചെമ്പരത്തികൾ വെച്ചിട്ടുണ്ട്. ചുവപ്പ്, മഞ്ഞ, അങ്ങനെ പല കളറുള്ള ചെമ്പരത്തികൾ നമുക്ക് മണ്ണിൽ തന്നെ നടാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഹൈടെക് ചെമ്പരത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിടിക്കാനും മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ വീട്ടിലൊരു 10-15 കളറുണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം പോയി, നോക്കാണ്ടായപ്പോൾ എല്ലാം പോയി. അപ്പോൾ നോർമലായിട്ടുള്ള നാടൻ ചെമ്പരത്തി ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, അവിടെ നിന്നോളും. അപ്പോൾ അതേപോലെ ചെടികൾ, നിങ്ങൾ വീടിൻ്റെ പരിസരത്തുള്ള ചെടികൾ, പിന്നെ ദൈവിക വൃക്ഷങ്ങൾ, നിങ്ങൾക്ക് അധികം സ്ഥലം ഉണ്ടെങ്കിൽ വൃക്ഷങ്ങൾ പിടിപ്പിക്കുക. ഇലഞ്ഞി പോലുള്ള, ഇലഞ്ഞി, ആൽമരം, അതുപോലുള്ള നല്ല നല്ല വൃക്ഷങ്ങൾ അധികം ഒരുപാട് നമ്മളെ വീടിൻ്റെ അതിൻ്റെ വേരുകൾ എപ്പോഴും നമ്മുടെ വീട്ടിലോട്ട് അടിയിൽ കൂടി വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സംഭവമുണ്ട്. ഈ വലിയ മരങ്ങൾക്കാരും കുഴപ്പമുണ്ട്. അതുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കാം. അത്തരം വൃക്ഷങ്ങൾ അവോയ്ഡ് ചെയ്യുക. തുളച്ച് കയറുന്ന വേരുകളുണ്ടാവും, അത് നമ്മുടെ തറ പൊളിച്ച് കളയും. അത്തരം വൃക്ഷങ്ങൾ നമ്മൾ തൊട്ടടുത്ത് വെക്കാതിരിക്കുക. ഇത്തരം കാര്യം ശ്രദ്ധിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിച്ചത്. നമ്മളുടെ ഗൃഹം വെക്കുന്ന സമയത്ത് ഇതുപോലുള്ള നാഗബന്ധം, പിന്നെ ദൈവിക ഭൂമി, ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. പഴയ കാലഘട്ടത്തിൽ ഒരു അമ്പലം ഉണ്ടായിരുന്ന ഒരു ഭൂമിയാണെങ്കിലോ, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി, ഇതിൻ്റെ ഇവിടെ ഒരു പഴയ കാലഘട്ടത്തിൽ ഒരു വലിയൊരു ക്ഷേത്രം ഉണ്ടായത്, അത് പൊളിഞ്ഞു പോയതോ അല്ലെങ്കിൽ അത് അതിൻ്റെ അവശിഷ്ടങ്ങൾ അടിയിൽ കിടക്കണമെന്ന് വിചാരിക്കുക. അപ്പോഴും അതിനൊരു പവർ ഉണ്ടാവും, അതിനൊരു എനർജി ഉണ്ടാവും. ദൈവിക ബന്ധങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു
ഭൂമിയായിട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഇരിക്കുന്ന സമയത്ത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മളവിടെ അശുദ്ധി കാര്യങ്ങളൊക്കെ വരുന്ന ചില ശക്തികളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം ആൾക്കാരുടെ ഒരു ശാപം നമുക്കവിടെ കിട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ വല്ല ഇറച്ചി മീനൊക്കെ കഴിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അത് കഴുകി വെള്ളം ഒഴിക്കുക, അത്തരം കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് പ്രശ്നമാവും. അത് വലിയ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അത്തരം കാര്യങ്ങളും കൂടി നമ്മൾ പരിഗണിക്കണം. അപ്പോൾ ഇത് ഇത്രയും വീഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പേടിയൊന്നും വേണ്ട, ഭയപ്പെടുത്താനോ ഒന്നും പറയണതല്ല. കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നത് മാത്രമേ ഉള്ളൂ. എൻ്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ കുറേ സത്യങ്ങളാണ്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അത് കേട്ട് പേടിക്കൊന്നും വേണ്ട. എന്തിന് സൊല്യൂഷൻ ഉണ്ട്. സൊല്യൂഷൻ ഇല്ലാത്ത കാര്യങ്ങളില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഏത് പ്രശ്നമാണെങ്കിലും അതിനൊരു സൊല്യൂഷൻ ഉണ്ട് എന്നുള്ളതാണ്. അതിനാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളതിനാണ് കൂടുതൽ ചെയ്യണത്. ഓരോ ആളുകളുടെ ഓരോ പ്രശ്നങ്ങൾ കെട്ടഴിച്ച് കൊടുക്കാനാണ് ഞാൻ നോക്കുന്നത്. ഹീലിങ്ങിൻ്റെ ഭാഗമായിട്ട് മഹാകാളി ഹീലിങ്ങിലൂടെ അതാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാ ഏരിയയിലും വർക്ക് ചെയ്യാനുള്ള അറിവ് എനിക്കില്ല. അപ്പോൾ അതിന് വേറെ ആൾക്കാരുണ്ട്. അത്തരം ആൾക്കാരുടെ അടുത്ത് പോയിട്ട് അവരോട് സംസാരിച്ച് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഒരു ഉപകാരപ്രദമാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.